50-ലേറെ ദിവസമായി ആശാവർക്കർമാര് സമരം തുടങ്ങിയിട്ട്. പക്ഷെ ഇതുവരെയും ആ പാവങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമായില്ല. ഈ മൗനമാണ് മുടിമുറിച്ച് പ്രതിഷേധിക്കാൻ വരെ അവരെ പ്രേരിപ്പിച്ചത്. ആശാവർക്കർമാർക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേതനം എന്ന് പറയുന്നത് 7000 രൂപയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാമൂഹിക ചുറ്റുപാടിൽ ഒരു കുടുംബമൊക്കെ പുലർത്താനായിട്ട് ആ 7000 രൂപ മതിയാകുമോ? പലരും ചോദിക്കുന്നത് 7000 രൂപയ്ക്കുള്ള പണിയല്ലേ നിങ്ങൾക്ക് ആകുള്ളൂ എന്നാണ്. നമുക്കത് ചോദിക്കാം, കാരണം നമ്മൾ ഇവരിൽ ഒരാളല്ല. പുറത്തു നിന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആശമാരല്ലാത്ത ഓരോ ആൾക്കും ഇതേ സംശയമുണ്ടാകാം. എഴുത്തുകാരൻ ബെന്യാമിൻ പറഞ്ഞതുപോലെ, നമ്മൾക്കറിയാത്ത ജീവിതങ്ങളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ആശാവർക്കർമാരെ അറിയണമെങ്കിൽ അവർ കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ എങ്ങനെയാണ് ഒരേപോലെ കൊണ്ടുപോകുന്നതെന്ന് അറിയണമെങ്കിൽ അതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഒരു ദിവസം മുഴുവനും ഇവരോടൊപ്പം ചിലവഴിക്കുക എന്നതാണ്. എവിടെയെല്ലാം ഇവർ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു ഒക്കെ നമ്മൾ കാണണം, കേൾക്കണം. എന്നിട്ട് മതിയല്ലോ വിലയിരുത്തലുകളും മുൻവിധികളും. അങ്ങനെ ഇത് സംബന്ധിച്ച് ഞാൻ കുറെ അന്വേഷണങ്ങൾ നടത്തി. അപ്പോൾ എൻ്റെ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു ആശാപ്രവർത്തകയുണ്ട്. ആളുടെ പേര് സെൽവി എന്നാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇവർക്കൊപ്പമാണ്. യേശുവേ, അന്ധകാരത്തിൻ്റെ ഒരു ശക്തിയും ഞങ്ങളിൽ ഭരിക്കുകയോ വസിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. യേശുവേ സ്തോത്രം. യേശുവേ എൻ്റെ പേര് സെൽവി തങ്കച്ചൻ. ഞാൻ രാവിലെ 5 മണിക്ക് കഴിക്കും. 5 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രാർത്ഥന ഉണ്ട്. ഞാൻ ആ പ്രാർത്ഥന വീട്ടിൽ ചൊല്ലും. അത് കഴിഞ്ഞിട്ട് പാലെടുത്ത് വെള്ളത്തിയിട്ട് ഞാൻ ചായ ഇടും. ചായ ഇട്ടതിന് ശേഷം അവർക്ക് ചായ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യും. രാവിലെ കാപ്പി ഉണ്ടാക്കും, ഉച്ചയ്ക്ക് ചോറ്, എന്തെങ്കിലും കറി. മീൻ വയ്ക്കാൻ പെട്ടെന്ന് നിൽക്കത്തില്ല, കാരണം മീൻ വച്ചിട്ട് പോകാണെങ്കിൽ ഒരുപാട് താമസിക്കും എനിക്ക് ഫീൽഡിൽ പോകാനായിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ മുറ്റം തൂക്കും, വീട് തൂക്കും, എല്ലാ കാര്യങ്ങളും ചെയ്ത് ചോറൊക്കെ പാകം ചെയ്ത് വെച്ചിട്ട് മോളുടെ കുട്ടികളുണ്ട്, അവർക്ക് കൊടുക്കും. അവർക്കും കൊടുത്തിട്ട് ഞാനങ്ങ് ഇത്തിരി കുളിച്ച് നനച്ച് 9-9:30 ഞാനങ്ങ് ഫീൽഡിൽ പോകും. അപ്പോൾ വീട്ടിൽ ആരും കാണത്തില്ല. അപ്പോൾ എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ, ജോലിക്കൊന്നും പോകത്തില്ല. കാലിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ 9:30 ഉള്ളിലാണ് ഞാൻ ഫീൽഡിൽ പോകുന്നത്. കാരണം എന്താ പറയുക, ഇവിടെ നോട്ടം പിടിച്ച് അങ്ങപ്പോൾ ഇപ്പോൾ വെയിൽ ചൂടാണ്. അപ്പോൾ അതെനിക്ക് ഞാൻ കുറേ വർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു അംഗൻവാടിയുടെ അവിടെ കുറേ സമയം ഇരിക്കും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഞാൻ ഫീൽഡിൽ ഇറങ്ങും. ഒരുപാട് ദുരിതമാണ് ആശയുടെ അതൊരു സേവനമാണെന്ന് പറഞ്ഞെടുത്തിട്ട് അവളെ നമ്മളെ ഇട്ട് കഷ്ടപ്പെടുത്തി കൊന്നുകളയാണ്. ഈ 232 രൂപയിൽ ഇവരെവിടെയൊക്കെ ടാഗോർ തിയേറ്ററിൽ, നിശാഗന്ധി ഇവിടെ എവിടെയൊക്കെ വിളിക്കുന്നു അവിടെയൊക്കെ നമ്മൾ പോകണം. ഈ പൈസയും കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ 1 രൂപ തരും, അതുമില്ല, അതൊന്നും തരത്തില്ല. അപ്പോൾ സമരം ചെയ്തപ്പോൾ 5 ആക്കി. ഈ 10-ൽ നമ്മൾ 3 എണ്ണത്തിന് പോയില്ലെങ്കിൽ 7000 രൂപ കിട്ടി. കറക്റ്റായിട്ട് എല്ലാവർക്കും 7000 രൂപ കിട്ടത്തില്ല. 232 രൂപയെന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആശമാർ സേവനം ചെയ്യണം. ആശമാർ ശരി, നിങ്ങളും സേവനം ചെയ്യും. നിങ്ങളും പൈസ വേണ്ടെന്ന് പറയാൻ നിങ്ങളുടെ സാലറികളെ പകുതി മന്ത്രിമാരാണെന്നല്ലേ നിങ്ങൾ സാലറി പകുതി വാങ്ങിക്കുകയും അതൊരു സേവനമല്ലേ? മുഴുവൻ എന്തിനു വാങ്ങിക്കുന്നത്? ഒരു ദിവസം 20 വീടാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. പക്ഷേ എമർജൻസി വന്നു കഴിഞ്ഞാൽ അതിൽ കൂടുതലും നമ്മൾ എടുക്കുന്നത്. പക്ഷേ SR വർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വീട് വർക്ക് ചെയ്യണം. കാരണം പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ മേഖലയിൽ ചെന്ന് ഒരു പനിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മുഴുവൻ മേഖലയും നമ്മൾ ഒരു 50 വീട് കവർ ചെയ്യും. രാവിലെ 9 മണി മുതൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-3:30 വരെയൊക്കെ നിൽക്കും, അല്ലെങ്കിൽ ഒരു 2-2:30 വരെ നിൽക്കും. OP ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ അതാണ്. ഈ പകർച്ചവ്യാധി ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ പേപ്പറിൽ എഴുതി ഇവർക്ക് എന്തെങ്കിലും അസുഖം ആ ഫാമിലി എല്ലാം എഴുതി തുടർന്ന് എല്ലാ വീടുകളും നമ്മൾ കവർ ചെയ്ത്, കാരണം ഇവരുടെ വീട്ടിന് എവിടെയാണ് ഈ ഉറവിടം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. മരുന്നിൻ്റെ കാര്യമൊക്കെയാണ്. റീന വരുമ്പോൾ പറയണം, റീനയുടെ ഇളയ മോനെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് നാളെ വലിയവറ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറയണം. എല്ലാതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെല്ലുന്ന വീടുകളിൽ ഒരാഴ്ചയിലൊരിക്കൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു വീട്ടിൽ പോകണം, ഒരാൾ മാര്യ പോകണമെങ്കിൽ അവിടെ കിടപ്പ് രോഗികളെ നോക്കണം, ഗർഭിണികളെ നോക്കണം. 60 വയസ്സിന് മുതൽ വൾനറബിൾ എന്നാണ്. കാരണം കിടപ്പിലല്ലാത്ത രോഗികൾ, കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാൻ പറയണം. പിന്നെ
ഇതിനിടയ്ക്ക് തന്നെ ഈ TB പേഷ്യൻ്റ് ഡയാലിസിസ് ചെയ്യുന്നവരൊക്കെ ആൾക്കാരുണ്ട്. ഇവരുടെ വീടുകളെല്ലാം ഇപ്പോൾ ഇവരുടെ വിവരം ശേഖരിക്കണം. ഒരു വീട്ടിൽ പോകുമ്പോൾ നമ്മളവിടെ പ്ലാസ്റ്റിക്കുകളൊക്കെ ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പനിയുണ്ടോയെന്ന് പ്രത്യേകം ചോദിക്കും. പനി ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പനി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ റിപ്പോർട്ട്, വയസ്സ്, അവരുടെ ഫോൺ നമ്പർ, TC എല്ലാ വിവരങ്ങളെല്ലാം എഴുതി നമ്മൾ JPHന് കൊടുക്കും. നേഴ്സുമായിട്ട് വന്ന് പ്രഷർ നോക്കി, ഷുഗർ നോക്കി, കൂടെ വന്നതാണ് അവർ പറയുന്നത്. ിന്റെ അരികിലെത്തും വന്നുദൂരിച്ചാലവനെന്റെ മനം തുറക്കും. മങ്ങി മങ്ങി മുത്തുകൾ വാരും മുക്കുവനെ, മുങ്ങാതെ കിട്ടിയ മുത്ത്. മാക്സിമം പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം 2018 ആയപ്പോൾ തന്നെ ആശ്വാസകരണ പദ്ധതി ക്യാൻസൽ ചെയ്തു. ഒരു ആശാപ്രവർത്തകയുടെ ജീവിതത്തിലെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഒരു വശത്താണെങ്കിൽ അവർക്ക് പണി ഒഴിഞ്ഞ് നേരവുമില്ല, എന്നാൽ മറുവശത്താകട്ടെ അവർക്ക് ലഭിക്കുന്നത് തുച്ഛമായ വേതനം മാത്രമാണ്. അതും നട്ടപ്പൊരി വെയിലത്തും മഴയത്തുമൊക്കെയായി ഒട്ടേറെ ജീവിത വഴികൾ അവർക്ക് താണ്ടേണ്ടതായുണ്ട്. നമ്മൾ കണ്ടതും പരിചയപ്പെട്ടതും അടുത്തറിഞ്ഞതുമൊക്കെ ഒരു ആശാപ്രവർത്തകയാണ്, അതായത് ഒരു സെൽവിയെ മാത്രമാണ്. എന്നാൽ അതേപോലത്തെ നിരവധി സെൽവിമാരാണ് ഈ സമരപ്പന്തലിലുള്ളത്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അടിസ്ഥാനരഹിതമല്ല, പകരം അവർ ചോദിക്കുന്നത് അവരുടെ അടിസ്ഥാന അവകാശങ്ങളാണ്, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഇവർ സമരം ചെയ്യുന്നത് സർക്കാരിനെതിരെയല്ല, അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരമാണിത്. മാറി മാറി വരുന്ന ഏത് സർക്കാരുകളാണെങ്കിലും രാപ്പകൽ സ്വന്തം ആരോഗ്യം പോലും മറന്ന് പണിയെടുക്കുന്ന ഈ ആശാവർക്കർമാരുടെ ജീവിതത്തെ ദുരിതപൂർണ്ണമാക്കാതിരിക്കാനുള്ള ഉറപ്പാണ് സർക്കാർ ഇവർക്ക് നൽകേണ്ടത്. അല്ല എങ്കിൽ ആ ഒരു തീരുമാനമെടുക്കാനുള്ള ആർജവമാണ് ഈ ഓരോ ആശാവർക്കർമാരും ആവശ്യപ്പെടുന്നത്.